ബേസിക്കലി പാമ്പുകൾ കൂടുതൽ സമയങ്ങളും മാളങ്ങൾക്കുള്ളിലൊക്കെ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിന് പ്രിഫർ ചെയ്യുന്ന ജീവികളാണ്. ആവശ്യമില്ലാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇര പിടിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇണചേരൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവ പുറത്തിറങ്ങാറുള്ളൂ. പക്ഷേ ഈ ചൂട് കൂടിയ സമയങ്ങളിൽ മാളത്തിനുള്ളിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കാത്തത് കാരണം ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് കോൾഡ് ബ്ലഡഡ് അനിമൽസാണ്. അപ്പോൾ ഈ മാമൽസിനെ പോലെയൊക്കെ ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. നമുക്കാണെങ്കിൽ വേർത്തിട്ടും ഒക്കെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പാമ്പുകൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആൾക്കാരെ കാണാനുള്ള സാധ്യത കൂടുതലാണ്, എൻകൗണ്ടേഴ്സ് കൂടുതലായിരിക്കും. മാത്രമല്ല ഇതേ സീസണോട് കൂടി തന്നെ മറ്റൊരു സംഗതിയും കൂടെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കുഞ്ഞുങ്ങളെ കാണുന്ന സീസൺ പ്രജനന കാലമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഹൈഡൗട്ട്സ് കണ്ടെത്തി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള സഞ്ചാരം കൂടുതലായിരിക്കും, പുറത്തിറങ്ങി സഞ്ചരിക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ അതിനെ ആകർഷിക്കുന്ന ഹൈഡൗട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ആകർഷിക്കപ്പെടും. അതായത് ഇപ്പം വീടിൻ്റെ പരിസരത്തായാൽ കാട് പിടിച്ച് കിടക്കുക, പൊത്ത്, മാളം, വിള്ളൽ പോലുള്ള സംഗതികളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ തണുപ്പും തണലുമുള്ള ഇപ്പം വീട്ടിൽ ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നനയ്ക്കുന്ന ചെടികളോ ചട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തണലും തണുപ്പും ഒക്കെ കൂടുതലായിരിക്കും. അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആകും. അങ്ങനെ വള്ളിച്ചെടികളൊക്കെ വളർത്തിയിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ ചെടികളിലൂടെ വീടിനുള്ളിലേക്ക് കടക്കാം. വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലിലൂടെ എൻട്രി സാധ്യമാണ്. അതുപോലെ ടോയ്ലറ്റിൻ്റെ പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഒക്കെ കയറി വരാം. അപ്പോൾ അത്തരം എൻട്രീസും നമ്മൾ വീടിൻ്റെ എൻട്രീസും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഹൈഡൗട്ട്സിനെ അതിൻ്റെ കാര്യത്തിൽ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, അതുപോലെ തേങ്ങ പോലുള്ള സംഗതികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, ഇഷ്ടികയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളും പാമ്പുകളെ ആകർഷിക്കുന്ന ഹൈഡൗട്ട്സാണ്. മറ്റൊന്ന്, ഈ പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഇരജീവികളുടെ സാന്നിധ്യം മൂലം അത് വീട്ടിലേക്കോ പരിസരത്തേക്കോ ഒക്കെ അട്രാക്റ്റഡ് ആവാം. അതിലൊന്ന് എലികളുടെ സാന്നിധ്യം. എലികൾ വരുന്നത് മിക്കവാറും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ശ്രദ്ധയില്ലാതെ ഡിസ്പോസ് ചെയ്യുന്നെങ്കിൽ അത് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എലികൾ വരും. ആ എലിയെ പിടിക്കാൻ വേണ്ടി മൂർഖനെ പോലുള്ള പാമ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ ഓർണമെൻ്റൽ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ ആ പക്ഷിയെ പിടികൂടി കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ അത്തരത്തിലുള്ള പാമ്പുകളൊക്കെ ആ പ്രദേശത്തേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഹൈഡൗട്ട്സിൻ്റെയും അതുപോലെ അതിൻ്റെ ഇരജീവികളുടെയൊക്കെ സാന്നിധ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റ് ചില പെറ്റ്സും പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് പൂച്ചയൊക്കെ വളർത്തുന്ന വീട്ടിൽ പൂച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും, മുറ്റത്തൊക്കെ കറങ്ങി നടക്കുമ്പോഴേക്കും അത് ചിലപ്പോൾ ചെറിയ പാമ്പുകളെയൊക്കെ മുറ്റത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി ജീവനോടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരാനും വീടിനകത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവയ്ക്കാനും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ബെഡിലൊക്കെ കൊണ്ടുവയ്ക്കാനും അതിൻ്റെ കടിയേറ്റ് കുട്ടിക്ക് അപകടം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ജീവികളെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈഡൗട്ട്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അടിക്കാടുകൾ നീക്കം ചെയ്യുക, വിറകൊക്കെ പ്രോപ്പറായിട്ട് അടുക്കി വയ്ക്കുക, വീട്ടിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സൊക്കെ നമ്മൾ സീൽ ചെയ്യുക. പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും നമ്മൾ ഷൂ എടുത്തിടുന്നത് മുതൽ തുടങ്ങുകയാണ്. ഷൂവിനകത്തൊക്കെ പാമ്പ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് തട്ടി നോക്കിയിട്ടൊക്കെ ഇടുക. ഹെൽമെറ്റ് ആയാലും ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ എടുത്ത് വയ്ക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ ടോർച്ചോ വെളിച്ചമോ നിർബന്ധമായിട്ടും ഉണ്ടാകുക. ഈ ഒരു സീസൺ അമ്പലത്തിൽ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാൾ, ഇതിൻ്റെയൊക്കെ സീസൺ കൂടിയാണ്. മലയാളികൾ കൂട്ടമായിട്ട്, അതായത് കുടുംബസമേതം കുട്ടികളൊക്കെ ഉൾപ്പെടെ നമ്മൾ ഇത്തരം പരിപാടികളിലും ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകും. എന്നിട്ട് രാത്രി ചിലപ്പോൾ ലേറ്റ് നൈറ്റൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയായത് കാരണം നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ വെളിച്ചമില്ലാതെ നടക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വഴിയരികിലുള്ള ആ ചപ്പുചവറുകളൊക്കെ ഉള്ള സ്ഥലത്തൂടെ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ തെളിഞ്ഞ ഭാഗത്തേക്ക് കൂടെ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വഴികളിൽ കാട് പിടിച്ച് കിടക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ ചപ്പുചവറുകളൊക്കെ കിടന്ന് കാഴ്ച മറയാതെ ശ്രദ്ധിക്കുക. വെളിച്ചം കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഇപ്പോൾ തല്ലിക്കൊല്ലലാണോ ഫസ്റ്റ് ചോയ്സ് സാധാരണക്കാരെ സംബന്ധിച്ചുള്ള? വേറൊരു ചോയ്സ്, കാരണം ആളെ വിളിച്ച് പാമ്പിനെ മാറ്റുക എന്നൊക്കെ പറയുന്നതൊക്കെ ആലോചിക്കുന്നതിനേക്കാൾ മുന്നേ കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തല്ലിക്കൊല്ലലാണ്. തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് പാമ്പുകളുടെ ഒരു പാരിസ്ഥിതികമായ പ്രാധാന്യം കൂടി പരിഗണിക്കുമ്പോൾ ഒരു ഒറ്റ സിമ്പിളായിട്ടുള്ളൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2025-26 കാലയളവിൽ പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരണപ്പെട്ടത് 18 പേരായിരുന്നു. അതേ കാലയളവിൽ എലിപ്പനി ബാധിച്ച് കേരളത്തിൽ മരണപ്പെട്ടത് 362 പേരാണ്. എലികളുടെ എണ്ണം വളരെ സുരക്ഷിതമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം ജീവികളാണ്. അപ്പോൾ ഒരു എക്കോളജിക്കൽ ബാലൻസിൽ പാമ്പുകളുടെ ഒരു റോളെന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇല്ലായ്മ ചെയ്യുന്നതല്ല, അതോടൊപ്പം ആരോഗ്യകരമായി സഹവസിക്കുക എന്നുള്ള രീതിയിലാണ്. അതാണ് ഇപ്പോൾ ഒരു വാഹനാപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്നു കഴിഞ്ഞാൽ വെടിക്കെട്ട്
പൂർണ്ണമായിട്ടും നിരോധിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ കാണാറില്ല. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഈ ജീവികളിലൂടെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിനെതിരെ ഫലപ്രദമായിട്ടുള്ള എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളതിനനുസരിച്ച് ആരോഗ്യകരമായ രീതിയിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗ്ഗം.